അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 42-ാം സങ്കീർത്തനം 5-ാം വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വിഷാദം അനുഭവിക്കാത്ത വ്യക്തികൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കാതെ വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത സമയത്ത് വേദനാജനകമായ സംഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മനുഷ്യർ നിരാശപ്പെടാറുണ്ട്. പ്രത്യാശ മരിക്കുമ്പോഴാണ് നിരാശ ജനിക്കുന്നത്. യേശുവിലുള്ള വിശ്വാസം നമുക്ക് പ്രത്യാശയെ നൽകുമ്പോൾ, പാപം മൂലം യേശുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഹൃദയത്തിൽ നിരാശ നിറയ്ക്കുവാൻ സാത്താൻ ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിൽ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുകയാണ് നാം ചെയ്യേണ്ടത്. നാം കേട്ട വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ തൻ്റെ വിഷാദത്തിൽ നിന്നും രക്ഷ നേടുവാൻ തന്നോട് തന്നെ വിശ്വാസത്തിൻ്റെ പ്രസംഗം പ്രസംഗിച്ചു. താൻ പറയുകയാണ്, എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? മറ്റാരും ആശ്വസിപ്പിക്കുവാനോ ധൈര്യപ്പെടുത്തുവാനോ ഇല്ലാതെ വരുന്ന സാഹചര്യം ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാൽ ആ സമയത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകളിൽ ഏതെങ്കിലും ഒരു നന്മയെക്കുറിച്ചുള്ള ഓർമ്മ പോലും നാം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും നമ്മെ രക്ഷിക്കും. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന്. യോബ് താൻ ആയിരുന്ന വലിയ വേദനയുടെയും കരച്ചിലിൻ്റെയും നാളുകളിൽ സ്വയമായി പറഞ്ഞ ദൈവത്തിൻ്റെ നന്മകൾ നമുക്കൊന്ന് പരിശോധിക്കാം. യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം 2-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. കഷ്ടകാലത്ത് ദൈവം നമ്മെ സഹായിച്ചിരുന്നത് ഓർക്കുമ്പോൾ നമ്മുടെ സൃഷ്ടാവിന് നമ്മെ വിട്ടുപോകുവാൻ കഴിയുകയില്ല. വലിയ കഷ്ടതയിലും വേദനയിലും, പുത്രന്മാരുടെ നഷ്ടത്തിലും, കൃഷി നഷ്ടത്തിലും, സാമ്പത്തിക നഷ്ടത്തിലും ഇയ്യോബ് എത്തിപ്പെട്ടിരുന്നു. ഒരു വശത്ത് അവൻ മദ്യപന്മാരുടെ പാട്ടായിത്തീർന്നു. തൻ്റെ വേലക്കാരുടെ വേലക്കാരൻ ആക്കുവാൻ പോലുമുള്ള യോഗ്യത ഇല്ലാത്ത വ്യക്തികൾ ഇപ്പോൾ ഇയ്യോബിനെ കാണുമ്പോൾ പരിഹസിക്കുന്നു. മറുവശത്ത് തന്നെ ആശ്വസിപ്പിക്കുവാൻ ഉത്തരവാദിത്വമുള്ള, തന്നെ ആശ്വസിപ്പിക്കേണ്ടവളായ സ്വന്തം ഭാര്യ പറയുകയാണ്, ദൈവത്തിലുള്ള വിശ്വാസം തള്ളിക്കളഞ്ഞ് മരിക്കുവാൻ. സാത്താനാണ് ആ സഹോദരിൽ കൂടി സംസാരിക്കുന്നതെന്ന് ഇയ്യോബ് മനസ്സിലാക്കിയോ എന്ന് നമുക്കറിയില്ല. എന്നാൽ അർഹിക്കുന്ന അവജ്ഞയോടെ ഇയ്യോബ് തൻ്റെ ഭാര്യയുടെ ഉപദേശത്തെ തള്ളിക്കളഞ്ഞു. തന്നെയുമല്ല, ആ സഹോദരിയിൽ നിന്നും സാത്താൻ ഓടിപ്പോകുവാൻ തക്ക വാക്കുകളാണ് ഇയ്യോബിൻ്റെ അധരങ്ങളിൽ കൂടി പുറത്തു വന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറയുകയാണ്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ? ഈ വാക്ക് കേട്ടാൽ സാത്താൻ ആ സഹോദരിയിൽ കൂടി വീണ്ടും സംസാരിക്കുമോ? ഒരിക്കലുമില്ല. ഇയ്യോബിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം ഒന്നുകൂടി ഉറപ്പിക്കുവാൻ മാത്രമേ അവൻ്റെ പ്രതിസന്ധികൾക്ക് സാധിച്ചുള്ളൂ. കാരണം അവൻ പ്രതിസന്ധിയിലായിരുന്നെങ്കിലും, കഷ്ടതയിലായിരുന്നെങ്കിലും അവൻ തളരുവാൻ ദൈവം അനുവദിക്കാതെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നവൻ ഇയ്യോബിനോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ആരും നമ്മെ കാണുന്നില്ല, അറിയുന്നില്ല എന്ന് ചിന്തിക്കുമാറ് പ്രതിസന്ധിയിലാണ് നാമെങ്കിലും, നമ്മെ നാം അറിയുന്നതിനേക്കാൾ അറിയുന്നവനും നമ്മുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് നാം തിരിച്ചറിയുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നവനുമാണ് കർത്താവായ യേശു ക്രിസ്തു. സാത്താൻ നമ്മെ നിരാശ കൊണ്ട് മൂടുവാൻ ശ്രമിക്കുമ്പോൾ യേശു നമ്മെ പ്രത്യാശയാൽ നിറയ്ക്കുവാൻ ശ്രമിക്കുന്നു. ആ യേശുവിൻ്റെ സ്നേഹം എന്നെ പല പ്രതിസന്ധികളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. നമ്മെല്ലാവരെയും രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ശക്തനാണ്. യോബിൻ്റെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോബ് പറയുകയാണ്, എൻ്റെ ശ്വാസം ക്ഷയിച്ചു, എൻ്റെ ആയുസ് കെട്ടുപോകുന്നു, ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു എന്ന്. നിരാശയുടെ ഏറ്റവും അടിയിലെത്തുമ്പോഴാണ് മനുഷ്യൻ മരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സഹിക്കുവാൻ കഴിയുന്നതിനു മീതെ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചിന്ത മനസ്സിൽ കടന്നു വരുമ്പോൾ, ജീവിതം അന്ധകാരാവൃതമാകുമ്പോൾ ഒരു കാര്യം മാത്രമേ നാം ചെയ്യാവൂ. എല്ലാവരും കൈവിടപ്പെട്ടവനായ
ശരീരം കീറി മുറിക്കപ്പെട്ടവനായ, തല അടികൊണ്ടും മുള്ളുകൊണ്ടും തകർക്കപ്പെട്ടവനായ, കാൽവരി ക്രൂശിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ അർദ്ധനഗ്നനായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ ക്രൂശിക്കപ്പെട്ട് തൂങ്ങിക്കിടന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർക്കുക. നമുക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. ആ യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നമ്മെ പ്രത്യാശ ഉള്ളവരാക്കുവാൻ, നിരാശയിൽ നിന്നും രക്ഷിക്കുവാൻ, നല്ല ഭാവി തരുവാൻ, നമ്മെ ദൈവമക്കളാക്കുവാൻ അവൻ ക്രൂശിക്കപ്പെട്ടു. കുന്തം കൊണ്ട് കുത്തേറ്റു, ചാട്ടവാറ് അടിയേറ്റു, മരിച്ചു, അടക്കപ്പെട്ടു. ഇതാലെല്ലാം തീർന്നെങ്കിൽ നാം നിരാശപ്പെടുമായിരുന്നു. എന്നാൽ യേശു 3-ാം ദിവസം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. തന്നെയുമല്ല, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 19-ാം വാക്യത്തിൽ യേശു പറഞ്ഞിരിക്കുന്നു, നിങ്ങളോ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. യേശുവിൻ്റെ വാക്കുകളാണ് നാം കേട്ടത്. യേശു പറഞ്ഞ ഒരു വാക്കുപോലും ഇന്ന് വരെ മാറ്റിയിട്ടില്ല. വാക്തത്വങ്ങളിൽ വിശ്വസ്തനായ യേശു വാക്കു മാറുകയില്ല. നമുക്ക് അവനിൽ വിശ്വസിക്കാം. നിരാശകളെയും വിഷാദങ്ങളെയും യേശുവിൻ്റെ തോളിൽ ഇട്ടുകൊണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഓടാം. യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 31-ാം വാക്യത്തിൽ എൻ്റെ കിന്നരനാദം വിലാപമായും എൻ്റെ കുഴലൂത്ത് കരച്ചിലായും തീർന്നു എന്ന് പറഞ്ഞ ഇയ്യോബ്. യോബിൻ്റെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ എൻ്റെ ശ്വാസം ക്ഷയിച്ചു, എൻ്റെ ആയുസ് കെട്ടുപോകുന്നു, ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു എന്ന് നിരാശപ്പെട്ട ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ അതികഠിനമായ വ്യസനത്തിന് ഉടമയായിരുന്ന ഇയ്യോബ്, തൻ്റെ ജീവിതം പാഴായിപ്പോയി എന്ന് ചിന്തിച്ച ഇയ്യോബ്, മരണം കാത്തുകിടന്ന ഇയ്യോബ് വീണ്ടും 10 മക്കളുടെ പിതാവായി തീരുകയും മുൻപ് തനിക്കുണ്ടായിരുന്ന സകല സമ്പത്തിൻ്റെയും ഇരട്ടി സമ്പത്തിന് ഇയ്യോബ് ഉടമയായി തീരുകയും ചെയ്തു. വീണ്ടും 140 സംവത്സരങ്ങൾ ദൈവത്തെ ആരാധിച്ച് ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചുവെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യോബിനെ ദൈവം അനുഗ്രഹിക്കുവാൻ എന്താണ് കാരണമെന്ന് നാം മനസ്സിലാക്കണം. അതിൻ്റെ ഉത്തരം ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലും ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 7-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. തന്നെയുമല്ല, ദൈവത്തെക്കുറിച്ച് വിഹിതമായത് സംസാരിക്കുന്നവനുമായിരുന്നു ഇയ്യോബ്. ചുരുക്കി പറഞ്ഞാൽ, ഇയ്യോബ് ഹൃദയത്തിൽ അകൃത്യം കരുതാതെ, മറ്റുള്ളവർക്ക് തന്നെക്കുറിച്ച് അപവാദം പറയുവാൻ ഇട കൊടുക്കാതെ, സകല മനുഷ്യരോടും നീതിയോടെയും ന്യായത്തോടെയും മാത്രം ഇടപെടുന്നവനായിരുന്നു. ദൈവത്തെ ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവനായിരുന്നു ഇയ്യോബ്. ഇയ്യോബിൻ്റെ കാലത്ത് ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിലും ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നൽകിയിരുന്ന മനസാക്ഷിയുടെ പ്രമാണത്തെ കൃത്യമായി അനുസരിച്ചുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു ഇയ്യോബ്. പാപത്തെ വെറുത്ത് ജീവിക്കുന്നവനും പാപത്തോട് വേർപാട് ആചരിക്കുന്നവനുമായിരുന്നു ഇയ്യോബ്. എല്ലാറ്റിനും പുറമെ ദൈവത്തെക്കുറിച്ച് വിഹിതമായി സംസാരിക്കുന്നവനുമായിരുന്നു ഇയ്യോബ്. ദൈവം ഇയ്യോബിൻ്റെ സ്നേഹിതരോട് പറയുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയ്യോബ് ദൈവത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ പുകഴ്ത്തി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരും അനേക കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ടും ദൈവം പറയുകയാണ്, ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് അഥവാ എനിക്ക് പ്രസാദമുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന്. എന്തായിരിക്കും അതിന് കാരണം? ഞാൻ എൻ്റെ വ്യക്തിപരമായ ആശയം ഇവിടെ പ്രസ്താവിക്കുകയാണ്. ഇയ്യോബും തൻ്റെ സ്നേഹിതരും ദൈവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയായിരുന്നു. എന്നാൽ ഇയ്യോബ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ദൈവം പ്രസാദിച്ചു. കാരണം ദൈവം പ്രസാദിക്കുന്ന ജീവിത രീതിയായിരുന്നു ഇയ്യോബിൻ്റേത്. എന്നാൽ അവൻ്റെ സ്നേഹിതന്മാർ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് സത്യം തന്നെ ആയിരുന്നു എങ്കിലും അവർ ജീവിച്ചിരുന്നത് അവർക്ക് ബോധിച്ച വണ്ണമായിരുന്നു. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ അതുവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവത്താൽ സാക്ഷ്യം ലഭിച്ച പാപത്തെ വെറുക്കുന്ന ദൈവത്തിൻ്റെ മകനായ ഇയ്യോബിനെ എതിരെയായിരുന്നു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയും ദമസ്കോസിൽ ഉള്ള
യേശുവിൻ്റെ ശിഷ്യന്മാരെ ആക്രമിക്കുവാൻ അതിവേഗം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത പൗലോസിനോട് യേശു പറഞ്ഞത്, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താകുന്നു എന്നാണ്. അതായത് യേശുവിൻ്റെ മക്കളെ ഉപദ്രവിച്ചാൽ യേശുവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണെന്ന് സാരം. അതുപോലെ തന്നെ ദൈവം നീതീകരിച്ച ഇയ്യോബിനെ കുറ്റം പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ ആളാകുവാൻ നോക്കിയ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരുടെ ഹൃദയത്തിലേക്ക് യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു നോക്കിയപ്പോൾ കണ്ടത് പാപം നിറഞ്ഞ സ്വഭാവമുള്ള ഹൃദയത്തെ ആയിരിക്കുവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കായിനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിക്കാതിരുന്ന കർത്താവ് ഇയ്യോബിൻ്റെ സ്നേഹിതരിലും അവരുടെ വാക്കുകളിലും പ്രസാദിച്ചില്ല എന്ന് ചിന്തിച്ചാൽ തെറ്റില്ല എന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നാം ആരെക്കുറിച്ചും കുറ്റം പറയരുതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതിന് കാരണം, നാം കുറ്റം പറയുന്ന വ്യക്തി ആരാണോ ആ വ്യക്തി ദൈവമകനാണെങ്കിൽ നാം കുറ്റം പറയുന്നത് ദൈവത്തെ തന്നെയാണെന്ന് നാം ഓർക്കണം. നിന്നെ തൊടുന്നവൻ, അതായത് ദൈവവചനം അനുസരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു മകനെയോ മകളെയോ ഉപദ്രവിക്കുന്നവൻ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തന്നെയാണ് തൊടുന്നത്, അഥവാ ദൈവത്തെ തന്നെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് സാരം. സഖറിയാ പ്രവചനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. അതായത് ദൈവത്തെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ കുറ്റം പറയുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നവർ ആ വ്യക്തിയുടെ സൃഷ്ടാവായ യഹോവയെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ് കുറ്റം പറയുന്നതും ഉപദ്രവിക്കുന്നതും എന്ന് സാരം. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, സഹോദരനെ മൂടാ എന്ന് വിളിക്കുന്നവൻ അഗ്നി നരകത്തിന് യോഗ്യനാകും എന്ന്. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 26-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും. ഈ വാക്യങ്ങളെല്ലാം നമുക്ക് തരുന്ന സന്ദേശം, നാം ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാമെങ്കിൽ നമുക്ക് സംരക്ഷണം തരുവാൻ കർത്താവായ യേശു ക്രിസ്തു അഥവാ യഹോവയായ ദൈവം തയ്യാറാണ്. നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നാം നമ്മുടെ ആത്മാവിനോട് പറയേണ്ടത്, എൻ്റെ യഹോവ എൻ്റെ മുഖപ്രകാശ രക്ഷയാണ് എന്നാണ്. തന്നെയുമല്ല, നാം നമ്മുടെ ആത്മാവിനോട് തന്നെ സങ്കീർത്തനക്കാരനെ പോലെ പറയണം, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഓർക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനിൽ പ്രത്യാശ വെച്ചിരുന്ന സകലരെയും യേശു രക്ഷിച്ചിട്ടുണ്ട്. ആകയാൽ നമ്മുടെ പ്രതികൂലങ്ങളിലും മനം മടുപ്പും നിരാശയും കടന്നു വരുന്ന വേളകളിലും പാപം ഒഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുകയും വ്യസനപാത്രമായി തീരുകയും ചെയ്തവനായ, ക്രൂശിക്കപ്പെട്ട് മരിച്ചുയർത്തവനായ യേശു ക്രിസ്തുവിനെ നമുക്ക് ധ്യാനിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.